ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ് കാറ്റ് കടലിൽ എന്നുള്ള 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പാഠത്തിന് എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തു കേട്ടോ. മാനത്തും താഴത്തുനിന്നുള്ള നമ്മുടെ ചാപ്റ്ററിലെ എല്ലാ പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്ത പാഠമായിട്ടുള്ള അതിരും കതിരും എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ പാഠത്തിന് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാന്താരി കുട്ടിയും കൂട്ടുകാരും നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2ാമത്തെ പാഠമായ മണിയപ്പൻ്റെ മഴു എന്ന പാഠത്തിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പേജ് കേട്ടോ. മണിയപ്പൻ്റെ മഴു എന്നുള്ളൊരു കവിതയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പാഠത്തിലോട്ട് പോവാം അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്നും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് നമ്മൾ ഏത് ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് മണിയപ്പൻ്റെ മഴു. ഓക്കെ, അപ്പോൾ കവിതയുടെ ഇൻട്രൊഡക്ഷൻ ആദ്യം വായിക്കാം കേട്ടോ. മണ്ണിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞരയുന്ന ചെറുപ്രാണികളെ പോലും ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നാം. എന്നാൽ നമുക്ക് മണ്ണിൽ നടക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? കുഴയ്ക്കുന്ന ചോദ്യമാണിത്. കവിതയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മണിയപ്പൻ്റെ മഴു എന്നാണ് കവിതയുടെ പേര്. മഴവും വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത്, സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി അച്ഛനടുത്ത്. അപ്പൊ എന്താണ് അവിടെ കാണുന്നത്? അതെ, മഴുവും അതിൽ മരം മുറിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. മഴു, പിന്നെ വടം, ഇതെല്ലാം വെച്ചിട്ട് മണിയപ്പൻ എന്ന് പറയുന്നത് ആരാണ്? മരം വെട്ടുകാരനാണ്. അയാൾ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ അയാളുടെ അടുത്തായിട്ട് ആര് നിൽക്കുന്നുണ്ട്? അച്ഛനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, ആ കുശലം ചോദിച്ചിട്ട് അച്ഛനും ആ മരം വെട്ടുകാരന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. സുഖം ആർക്ക്? മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖമോരോന്നും ഇനുക്കി. അപ്പൊ എന്താണ്? അപ്പൊ ഇത് ആരാണ്? ഈ അച്ഛൻ ചോദിക്കുക, മരം വെട്ടുകാരുടെ സുഖമല്ലേ ചോദിക്കുകയാണ് അല്ലെ. ആ മരത്തിൽ നിന്നിട്ട് പക്ഷി ചിലക്കണത് എന്താണ് ചിലക്കണത്? സുഖം ആർക്ക്? കാരണം എന്താ? ആ മരത്തിലുള്ള വസിക്കുന്ന ഓരോ ജീവികളുടെയും വാസസ്ഥലം അന്നത്തോടെ ഇല്ലാതാവാൻ പോകണേ. മരം മുറിക്കുന്നതിലൂടെ ഇല്ലാതാവുകയാണ്. അപ്പൊ പക്ഷി എന്താണ് ചിലക്കുന്നത്? ആർക്കാണ് സുഖം എന്നല്ലേ. അപ്പൊ ആ സമയം എന്ത് ചെയ്യണം? നമ്മുടെ മരം വെട്ടുകാരൻ മണിയപ്പൻ എന്ത് ചെയ്യണം? മഴു മിനുക്കുകയാണ്. മരം വെട്ടാനായിട്ട് നമ്മുടെ മരം മുറിക്കാനായിട്ട് മഴു ഒരുക്കുകയാണ്. അങ്ങനെ മരം മുറിക്കുകയാണ് അല്ലെ. പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും. മുഖം അങ്ങു തിരിക്കും ഞാൻ ആ ചില്ലകൾ വെട്ടിയിറക്കും. തടി വെട്ടി മറിക്കാനൊടുവിൽ വടമതിലിട്ടു വലിക്കേ, പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും. ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും? പണി നിർത്തുകിലെന്നു കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും. അപ്പൊ എന്താ പറയണത്? അപ്പൊ ഒരു ചൊല്ലാണ് കേട്ടോ, ഒരു പഴഞ്ചൊല്ലാണ്. പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞ അവസാനം എന്ത് സംഭവിച്ചു? മുഖം അങ്ങു തിരിക്കും ഞാൻ ആ ചില്ലകൾ വെട്ടി ഇറക്കും. ആ തടി വെട്ടി മറിക്കാനൊടുവിൽ വടമതിൽ വലിക്കേ, പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്ന് നടിക്കാം. ആരുടെ കരച്ചിലാണ്? അതെ, ആ മരത്തിൽ വസിക്കുന്ന ജീവജാലങ്ങളുടെ. പക്ഷികൾ മാത്രമാണോ? പക്ഷികള്, അണ്ണാൻ, അങ്ങനെ ഒരുപാട് കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് ജീവികളുടെ വീടാണ് അല്ലെ മരം എന്ന് പറയുന്നത്. ഒരു വാസസ്ഥലമാണ് മരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മരം മുറിയുന്നതിലൂടെ ഒരുപാട് ജീവികളുടെ നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെട്ട എങ്ങനെയായിരിക്കും? സന്തോഷമായിരിക്കുമോ? നമുക്ക് വളരെയധികം സങ്കടമായിരിക്കില്ലേ? അതേപോലെ തന്നെയായിരിക്കും അവർക്കും അവരുടെ വീട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ് ഇവിടെ പറയണത് അല്ലേ. അപ്പൊ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? കവി മനോജ് കുറൂരാണ് കേട്ടോ. പിന്നെ നമുക്ക് കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. എപ്പോഴും നമ്മളൊരു കവിത പഠിക്കുമ്പോൾ ആ കവിതയുടെ ഒരു കഥയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു കവിത പഠിക്കുന്ന സമയത്ത് കവിതയുടെ ആശയം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ പാഠത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. മനോജ് കുറൂർ രചിച്ച മണിയപ്പൻ്റെ മഴു എന്ന കവിത മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സങ്കീർണതകളെയും അതിജീവനത്തിനായി മനുഷ്യൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെയും ഹൃദയസ്പർശിയായി ചിത്രീകരിക്കുന്നു. കവിത ആരംഭിക്കുന്നത് മണ്ണിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞരയുന്ന ചെറുപ്രാണികളെ ഓർത്ത് ദുഃഖിക്കുന്ന, എന്നാൽ മണ്ണിൽ നടക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മഗതത്തോടെയാണ്. ഇത് മനുഷ്യന്റെ നിലനിൽപ്പിനും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഇടയിലുള്ള ധർമ്മസങ്കടത്തെ സൂചിപ്പിക്കുന്നു. പ്രധാന കഥാപാത്രമായ മണിയപ്പൻ
തന്റെ കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ മരം വെട്ടാൻ ഒരുങ്ങുന്നു. അല്ലേ? മണിയപ്പൻ എന്താണ്? ഒരു മരം വെട്ടുകാരനാണ്. അയാളെ ജോലിയാണ് മരം വെട്ടുക. അയാള് ഇതെല്ലാം ചിന്തിച്ച് ഇങ്ങനെ ഇത്രയും ജീവികളുടെ വാസസ്ഥലം പോവുമല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മരം മുറിക്കാതിരുന്ന അയാൾ ജോലി ആവോ? ഇല്ല, അയാൾ ജോലി കഴിയില്ല, അയാൾക്ക് കാശ് കിട്ടില്ല, അയാളുടെ കുടുംബം പട്ടിണിയാവും അല്ലേ? അപ്പൊ അയാൾക്ക് വേറെ വഴിയുമില്ല. മഴുവിന്റെ വായ്ത്തല കണ്ടാൽ കായ്കൾ പോലും പേടിച്ച് മുഖം തിരിക്കും എന്ന് കവി പറയുന്നു. ഇത് മഴുവിന്റെ മൂർച്ചയെ മാത്രമല്ല, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടലിന്റെ കാഠിന്യത്തെയും കാണിക്കുന്നു. മരം വെട്ടുമ്പോൾ കേൾക്കുന്ന പിടയുന്ന കരച്ചിൽ കേട്ടില്ലെന്ന് നടിക്കുന്ന മണിയപ്പൻ തന്റെ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. അവസാന വരികളിലെ ചോദ്യം കവിതയുടെ കാതൽ ഉൾക്കൊള്ളുന്നു. ഒരു പച്ച എടുത്താൽ ജീവിതം എങ്ങനെ പച്ച പിടിക്കും എന്ന് വെച്ചാൽ, ഒരു മരം പച്ച എടുക്കുക പറഞ്ഞാൽ ഒരു മരം മുറിച്ച് നശിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് നേരെയാവുക, അല്ലെങ്കിൽ പച്ച പിടിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് നേരെയാവുന്നത്? പണി നിർത്തുകയിൽ എങ്ങനെ കൂരയില് കഞ്ഞി കുടിക്കും? എന്നാൽ പണി നിർത്തിയാൽ എങ്ങനെയാണ് വീട്ടില് കഞ്ഞി കുടിക്കുക, എങ്ങനെയാണ് ഭക്ഷണം വാങ്ങുക? ഇത് അതിജീവനത്തിനായി പ്രകൃതി ചൂഷണം ചെയ്യേണ്ടി വരുന്ന മനുഷ്യന്റെ നിസ്സഹായതയെ വ്യക്തമാക്കുന്നു. പ്രകൃതിയെ നശിപ്പിക്കാതെ ജീവിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവും എന്നാൽ അതിൽ കുറ്റബോധം തോന്നുന്ന അവസ്ഥയും കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ലളിതമായ ഭാഷയിലൂടെ ഗഹനമായ ഒരു പാരിസ്ഥിതിക ദർശനം പങ്കുവയ്ക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം. നമ്മുടെ കവിതയുടെ ചോദ്യോത്തരങ്ങളുടെ ക്ലാസ് അടുത്ത ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കാണുക. അപ്പൊ കവിതയുടെ ആശയം നന്നായി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അത് നമ്മുടെ ചോദ്യോത്തരങ്ങൾ ചെയ്യുമ്പോഴും പാഠം മനസ്സിലാക്കാനൊക്കെ ഒരുപാട് സഹായമാവും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്